ഫ്രാങ്കിങ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ വന്നിട്ടുള്ള എന്താണെടാ, ടാർഗറ്റ് ഗേറ്റ് 2026 അടുത്തൊരു സെക്ഷൻ ആയിട്ടാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ സെക്ഷൻ 4 ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചറിന്റെ പാർട്ട് 2 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ എക്സാമിന് ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മുന്നേ എന്ത് ചെയ്യും, നമ്മുടെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നിങ്ങളുടെ ഗേറ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്യുന്ന ലെവൽ എന്ത് ചെയ്യും, ജസ്റ്റ് നമുക്കൊരു റിഫ്രഷ്മെന്റ് പോലെയാണ് നമ്മുടെ ഫ്രാങ്കിങ് ലെക്ചേഴ്സ് ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഗേറ്റ് ഭയങ്കര ടഫാണ്, പഠിച്ചാൽ കിട്ടില്ല, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു തോട്ട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാനും നിങ്ങൾക്ക് ഗേറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് ഓർമ്മിക്കാനും നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്താണ് നമ്മുടെ ഈ ഗേറ്റ് സെക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഗേറ്റിന്റെ മാർക്കിംഗ് സെക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് അവിടെ എന്താണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്, അതിനൊരു 15 മാർക്സ് ആണ് വരുന്നത്. ഇനി അഗെയിൻ നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. ഇതെന്താണെടാ, നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് ഒരു 13 മാർക്ക് അറൌണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ കോഴ്സ് സബ്ജക്റ്റിൽ എന്തിന്റെ വരുന്നുണ്ടടാ, നമ്മുടെ കോഴ്സ് സബ്ജക്ട് എല്ലാം കൂടി വരുന്ന ടോട്ടൽ 72 മാർക്സ് ആണ് നമ്മുടെ മാർക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കോഴ്സ് സബ്ജക്ട്സിൽ ഒരുപാട് സബ്ജക്ട് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചറിന്റെ സെക്ഷൻ 4 ആണ് നമ്മൾ ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സെക്ഷൻ അറൌണ്ട് ഒരു 50 to 18 മാർക്കാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഗേറ്റ് എക്സാമിന്റെ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് ആയല്ലോ, ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക. ആ നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി നിങ്ങളുടെ വെയിറ്റേജ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സെക്ഷനിലെ വെയിറ്റേജ് മാർക്ക് നോക്കുക. അപ്പൊ ആ വെയിറ്റേജ് മാർക്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, വെയിറ്റേജ് കുറവുള്ളതിന് പ്രയോറിറ്റി കുറച്ച് കുറയ്ക്കുക എന്ന് വെച്ച് നോക്കണ്ട എന്നല്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മുടെ ഈ ഒരു ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് വരുന്നത് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, ന്യൂമറിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്തുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യനും അതുപോലെ ന്യൂമറിക്കൽ സെക്ഷനും എന്തില്ല, നെഗറ്റീവ് മാർക്സ് വരുന്നില്ല. അതുപോലെ 1 or 2 മാർക്സിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷന് ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു 50 to 80 മാർക്സ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ 50 to 80 മാർക്സ് നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ആ പോർഷൻ നന്നായിട്ട് നമ്മൾ പഠിക്കണം. പഠിക്കുന്നത് ഒപ്പം തന്നെ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, ആ എക്സാം ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ് ടൈപ്സ് നോക്കി നമ്മുടെ ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കത് ഈ ഇപ്പം ABCD 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. അപ്പൊ അതിൽ ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് മാത്രം എത്തുന്ന രീതിയിലേക്കുള്ള പഠനമായിരിക്കണം നിങ്ങളുടേത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു പാറ്റേൺ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് നമ്മുടെ ഈ സെക്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിംഗ് ഡാറ്റ സ്ട്രക്ചറിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണെടാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹീപ്പ് അലോക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ലാംഗ്വേജ്. അപ്പം നമ്മുടെ ഹീപ്പ് അലോക്കേഷൻ എന്താടാ, ഹീപ്പ് അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൈനാമിക് ആണല്ലേ. ഡൈനാമിക് നമ്മുടെ പ്രോഗ്രാമിംഗ് സമയത്ത് ആ സമയത്ത് നമുക്ക് മെമ്മറി ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ആ റൺ ടൈമിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹീപ്പ് ആണല്ലേ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അത് ആലോചിക്കാം. ഹീപ്പ് അലോക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ദ ലാംഗ്വേജ്. അപ്പം ദാറ്റ് സപ്പോർട്ട് റിക്കർഷൻ, ദാറ്റ് സപ്പോർട്ട് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ, ദാറ്റ് യൂസ് ഡൈനാമിക് സ്കോപ്പ് റൂൾസ്, നൺ ഓഫ് ദ എബോവ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ നോക്കുക. അപ്പം ഈ 3 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇത് രണ്ടും ആയിരിക്കാം എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് നിങ്ങൾ എത്തും. അപ്പം നിങ്ങളുടെ ആൻസറിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ടല്ലേ. അപ്പം ഇത് രണ്ടും ആണോ, ഇതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, റിക്കേർഷൻ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാക്കിലാണ്. അതായത് റിക്കേർഷൻ സപ്പോർട്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ സ്റ്റാക്കിലാണ് എന്ത് നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പം ദാറ്റ് സപ്പോർട്ട് റിക്കർഷൻ എന്ന് പറഞ്ഞാൽ ഹീപ്പിലല്ല ആ ഒരു സംഭവം നടക്കുന്നത്. അത് നമ്മൾ സ്റ്റാക്ക്, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ് എന്ത് നമ്മുടെ ആ ഒരു സെക്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം നമുക്ക് ഈ ഒരു ആൻസർ അല്ല എന്ന് നമുക്കറിയാം, ഇതല്ല. അപ്പൊ നമ്മൾ അടുത്തയിലേക്ക് നോക്കാം. ദാറ്റ് സപ്പോർട്ട് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്താണ്, ഹീപ്പ് അലോക്കേഷൻ ആണ്. എന്താണെടാ, സപ്പോർട്ട് ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിനെ അലോ ചെയ്യുന്നത് ആരാടാ, നമ്മുടെ ഹീപ്പ് അലോക്കേഷൻ ആണ്. അതായത് നമുക്ക് ഇപ്പോ നമ്മുടെ റൺ ടൈമിൽ നമുക്ക് ഇനിയും എക്സ്ട്രാ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നത് എഗെയിൻ നമുക്ക് ഇനിയും
മെമ്മറി അല്ലെങ്കിൽ സ്പേസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹീപ്പിന്റെ സെക്ഷനിലാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഇതാണ് എന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എഗെയിൻ നമ്മൾ താഴത്തോട് നോക്കാം. ദാറ്റ് യൂസ് എ ഡൈനാമിക് സ്കോപ്പ് റൂൾസ്. അപ്പൊ നമുക്ക് അവിടെ ഡൈനാമിക് അവിടെ വരുന്നില്ലേ, അപ്പം അതാവില്ലേ ആൻസർ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ അവിടെ വരാം അല്ലെ. അപ്പൊ നമ്മളെ ഡൈനാമിക് സ്കോപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് ഓഫ് നെയിം ബൈൻഡിങ്. നമുക്ക് എന്താ പറയാ, ബൈൻഡിങ് ആണ് ആ ഒരു സെക്ഷൻ നടക്കുന്നത്. നമ്മുടെ വാരിയബിളിന്റെ സ്കോപ്പ് യൂസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് എന്താണ് അതിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വെച്ച് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് എന്താ നമ്മുടെ ഡൈനാമിക് സ്കോപ്പ് എന്ന് പറയുന്നത്. സോ അത് ഹീപ്പ് അലോക്കേഷനിൽ വരുന്നതല്ല. ഓക്കെ, ഹീപ്പ് അലോക്കേഷൻ മെയിൻലി എന്താണ് വരുന്നത്? സപ്പോർട്ട് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ് എന്ത് ഹീപ്പ് അലോക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണെടാ? ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ദീസ് ആർ നോട്ട്. ഓക്കെ, ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് എന്താ അറിയാം, ഒരു കൺഫ്യൂഷൻസ് വരുന്ന ടൈപ്പിലാണ് തന്നിട്ട്. അതായത് നമുക്കറിയാം ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. അപ്പൊ നമുക്ക് ഫുള്ളി നമ്മളത് പഠിക്കാതെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഡൈനാമിക് സ്കോപ്പ് റൂൾ, അതായത് നമ്മുടെ അതിൽ നിന്ന് ഡൈനാമിക് ആയിട്ട് എന്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ഡൈനാമിക് ആണല്ലോ, അപ്പൊ നമുക്ക് സി ആയിരിക്കും ആൻസർ തരാം. പിന്നെ നമ്മൾ എഗെയിൻ നോക്കുക. അപ്പം ഓക്കെ, നമ്മൾ എഗെയിൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, എ ബി സി ഇത് കറക്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കും ഇതൊക്കെ കറക്റ്റ് അല്ലേ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം ഇവിടെ നൺ ഓഫ് ദ എബോവ് ആണെന്ന് വിചാരിക്കുക. അപ്പം അതിന് പകരം നമുക്ക് ഇവിടെ ഓൾ ഓഫ് ദ എബോവ് എന്നുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് മൂന്നും കറക്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്ന ഒരു കേസ് വരും. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അതായത് മൈനർ ആയിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ട് ആൻസർ ഇവിടെ തെറ്റിപ്പോകാൻ ചെയ്യും. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരും. ഓക്കെ, ക്ലിയർ? നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗോൾ ഓഫ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ഈസ് ടു. ഗോൾ ഓഫ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിന്റെ ഗോൾ എന്താണ്? വെൽ ഇന്റൻഡഡ് പ്രോഗ്രാംസ്, be able to enter the flow of control of the compiled code, be able to infer the flow of control from the programming text, avoid the use of the go to statement. അപ്പൊ അതിന്റെ ഗോൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്ഷൻ നോക്കുക. ഇവിടെ നമുക്ക് എന്താണ് ഇടാൻ നടക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. അതായത് നമ്മുടെ ഈ എ എന്ന് പറയുന്ന സെക്ഷൻ ഇല്ലേ, അവിടെ നമുക്ക് എന്താണ് റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യും കേട്ടോടാ. റീഡബിലിറ്റി ഇംപ്രൂവ്സ് ആണ്. പക്ഷെ എന്താ ഇത് നല്ലൊരു പ്രോഗ്രാമിംഗ്, നോട്ട് എ ഗോൾ ഓഫ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അഗൈൻ നമ്മൾ ബി ഏബിൾ ടു enter the flow of control of the compiled code. അവിടെ എന്താണ് നമുക്ക് നടക്കുന്നത്? കമ്പൈൽഡ് കോഡ് ആണല്ലേ. അതും എന്താണ് നമ്മുടെ റോങ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. എഗെയിൻ നമ്മൾ നോക്കുക. ബി ഏബിൾ ടു ഇൻഫർ ദ ഫ്ലോ ഓഫ് ദ കൺട്രോൾ ഓഫ് ദ പ്രോഗ്രാം ടെക്സ്റ്റ് ആണ്. അപ്പൊ എന്താണ് അവിടെ വരുന്നത്? കൺട്രോൾ ഫ്രം ദ പ്രോഗ്രാം ടെക്സ്റ്റ് ആണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫ്ലോ ഓഫ് കൺട്രോൾ ആണ്. ആ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഇന്റർ ദ ഫ്ലോ ഓഫ് കൺട്രോൾ ഓഫ് ദ കമ്പൈൽ, അത് കമ്പൈൽഡ് കോഡിന്റെ ആണ്. നമ്മുടെ ഇവിടെ ആ ഒരു സമയത്ത് ഇൻഫർ ദ ഫ്ലോ ഓഫ് കൺട്രോൾ ആണ് അല്ലെ. നമ്മുടെ സ്ട്രക്ചേർഡ് ഗോൾ ആണ് എന്ത്? നമ്മുടെ സി എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ സി ആണ്. ഡി അബൌട്ട് ദ യൂസ് ഓഫ് ദ ഗോ ടു സ്റ്റേറ്റ്, അത് നമ്മുടെ ഒരു ഗോൾ അല്ല. നമ്മുടെ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഗോൾ അല്ല എന്തെടാ നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണെടാ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് ദാറ്റ് മീൻസ് നമ്മുടെ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിന്റെ ഗോൾ ആണ് എന്തെന്ന് പറയുന്നത്? ബി ഏബിൾ ടു ഇൻഫർ ദ ഫ്ലോ ഓഫ് കൺട്രോൾ ഓഫ് ദ പ്രോഗ്രാമിംഗ് ടെക്സ്റ്റ്. അതായത് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിന്റെ ഫ്ലോ ഏബിൾ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗോൾ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ എന്ന സി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ? ഇതും അറൌണ്ട് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെടാ ഇതെന്താണ്? തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്സും വരും. ഇത് ക്ലിയർ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമുക്ക് എന്താണ്? ഒരു പ്രോഗ്രാം ആണല്ലേ തന്നിട്ടുള്ളത്. കൺസിഡർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ എഫ്. നമുക്ക് എഫ് ആണല്ലേ ഇവിടെ. അതിന്റെ എഫ് ഓഫ് ഇൻഡ് എൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റാറ്റിക് ഇൻഡ് ഐന്റെ വാല്യൂ ഇവിടെ 1 ആക്കി എടുത്തു. ഇൻ എൻ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ദെൻ റിട്ടേൺ. അതായത് n എന്ത് ചെയ്യുന്നുണ്ട് 5 വരെ പോകുന്നുണ്ട് അല്ലേ. 5 വരെ എന്ന് പറയുമ്പോൾ 4, ദാറ്റ് മീൻസ് 4 അത് വരെ പോയി n is equal to n plus i എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ് വരുന്നത്. ദെൻ i എന്ത് ചെയ്യുന്നു പ്ലസ് ചെയ്ത് പോകും. അറൌണ്ട് എന്ത് ചെയ്യും നമ്മുടെ n ന്റെ വാല്യൂ 5, അതായത് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന സമയത്ത് 5 മൈനസ് അതായത് 4 വരെ. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മുടെ ആ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ദ വാല്യൂ റിട്ടേൺ ബൈ f(1) എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് പ്രോഗ്രാം വൈസ് അത് എങ്ങനെയാ വരുന്നത് നോക്കാം. അപ്പൊ നോക്കാം, നമുക്കിവിടെ ഐട്രേഷൻ എഴുതാം കേട്ടോ. ഐട്രേഷൻ നമ്മുടെ ഐട്രേഷൻ ആണ്. n-ൽ അപ്പൊ എന്ത് വരും, i-ൽ അപ്പൊ എന്ത് വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്കറിയാം ഐട്രേഷൻ 0 ആയിരിക്കും. അഗൈൻ നമ്മൾ ഇന്റ് i കൊടുക്കുന്ന സമയത്ത് നമ്മുടെ n-ലേക്ക് 1 വരും. ദാറ്റ് മീൻസ് i-യും സ്വാഭാവികമായിട്ടും 1 വരും. ഇനി ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ആണ് കേട്ടോ, മനസ്സിലാക്കുക. ഫസ്റ്റ് ഇനീഷ്യലൈസ് അല്ലെങ്കിൽ എനിക്കത് കൺഫ്യൂഷൻസ് വരും. ഈ ഒരു സ്റ്റെപ്പ് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യലൈസ് അഗെയിൻ ഇനീഷ്യലൈസ് ആണ്. ഇനി ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഐട്രേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, 1 ആക്കി കൺസിഡർ ചെയ്തു. 1 ആവുമ്പോൾ i-ന്റെ സെക്ഷനിലേക്ക് പോകും. ഇപ്പൊ n എന്ന് പറയുന്നത് എന്താണെടാ, അവിടെ വരുന്ന സമയത്ത് n എന്ന് പറയുമ്പോൾ n plus 1 ആണ്. അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ n 1 ആണ്. നെക്സ്റ്റ് i 1. അപ്പൊ നമുക്ക് അവിടെ ആൻസർ എന്താണ് 2. ദാറ്റ് മീൻസ് നമ്മുടെ i എന്തായി മാറി, 2 ആയി മാറി. എഗെയിൻ നമ്മൾ നോക്കുക, അടുത്തതിൽ നമുക്കിവിടെ 2 ആണല്ലേ, 2 വെക്കുക. അപ്പൊ എഗെയിൻ നമ്മുടെ n 1 അല്ലേ, 1 plus 2 ദാറ്റ് മീൻസ് 3. അപ്പൊ നമ്മുടെ i എത്രയായി, 3 ആയി. എഗെയിൻ നമ്മൾ ആ കൺസിഡറേഷൻ നോക്കാം. നമ്മൾ 3 ആണ് ഇവിടെ കിട്ടി. 3 വെച്ച് നോക്കുക, n plus i ദാറ്റ് മീൻസ് നമ്മുടെ 1 plus 3 ദാറ്റ് മീൻസ് 4 അല്ലേ. അല്ല, ഇവിടെ തെറ്റിയുണ്ട് കേട്ടോ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണല്ലേ നമ്മുടെ. എഗെയിൻ നമ്മൾ നോക്കുക, നമുക്ക് ഇവിടെ 2 ആണല്ലേ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ n-ന്റെ വാല്യൂ എന്താണെടാ, 2 ആയിട്ടുണ്ട്. 2 പ്ലസ് നമ്മുടെ എന്താണ് 2 ആണ്. അപ്പൊ എന്ത് വരും, 2 പ്ലസ്, അതായത് n plus 2 ആയി മാറും. അപ്പം n-ഉം നമ്മുടെ 2 ആണ്, i-യും നമ്മുടെ 2 ആണ്. ദാറ്റ് മീൻസ് 4 വരും. അപ്പൊ എഗെയിൻ നമുക്ക് ഇവിടെ എന്താണ് 3 ആണല്ലേ. അപ്പൊ എഗെയിൻ നമ്മൾ i plus 1 അല്ലേ, അപ്പം i ആദ്യം 1 എടുത്തു, പിന്നെ 2 എടുത്തു, അഗെയിൻ 3. അപ്പൊ നമ്മൾ പിന്നെ ഈ ഒരു ലൂപ്പിലേക്ക് നോക്കുക. അപ്പൊ 3 ആണല്ലേ. അപ്പൊ 3 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, നമ്മുടെ n എന്ന് പറയുന്നത് 4 ആണല്ലേ. അപ്പൊ 4 plus 3 ദാറ്റ് മീൻസ് 7. ഓക്കെ, അപ്പം 4. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യും, നമ്മുടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റിട്ടേൺ ആയി. ആ എന്ത് ഈ കണ്ടീഷൻ, അതായത് നമുക്ക് ഇവിടെ n 0 ആണ് ഫസ്റ്റ് വരുന്ന ഐട്രേഷൻ സമയത്ത്. പിന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യും, n എന്ന് പറയുന്നത് 1 ആക്കി കൺസിഡർ, 1 ആയി. ദെൻ i എന്ന് പറയുന്നതും 1 ആണ്. എഗെയിൻ നമ്മുടെ ഐട്രേഷൻ ഇനീഷ്യലൈസ് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ്. അപ്പൊ 1 വെച്ച് നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ നമുക്ക് എന്ത് ആ ഒരു ഫംഗ്ഷൻ അവിടെ വെച്ചിട്ട് റിട്ടേൺ ചെയ്യും. സോ ദാറ്റ് മീൻസ് നമ്മുടെ n എന്ന് പറയുന്നത് ഇപ്പൊ 1 ആണ്, i-യും 1 ആണ്. ദെൻ 1 plus 1 അതാണ് ഈ ഒരു സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് n-ന്റെ വാല്യൂ 2 കിട്ടി. അഗെയിൻ നമ്മുടെ i എന്ത് ചെയ്തു, i പ്ലസ് പ്ലസ്, അതായത് ഇതിൽ നിന്ന് ഒന്ന് പ്ലസ് ചെയ്തു, അതായത് i plus 1 ദാറ്റ് മീൻസ് 2 കിട്ടി. ഓക്കെ, അഗെയിൻ നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മുടെ i ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമ്മൾ 2 വെച്ചിട്ടാണ്. അഗെയിൻ നമുക്ക് ഇവിടെ അറിയാം n എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് മീൻസ് 2 പ്ലസ് നമ്മുടെ i എന്ന് പറയുന്നത് 2 ആണ്. 2 എന്ന് പറയുന്നത് നമുക്ക് അഗെയിൻ 4 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കണ്ടീഷൻ നോക്കാം. നമ്മുടെ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, ഗ്രേറ്റർ ദാൻ ആയിട്ടില്ല. 4 എന്ന് പറയുമ്പോൾ 5-നേക്കാൾ ചെറുതാണ്. എഗെയിൻ നമ്മൾ അവിടുന്ന് i പ്ലസ് പ്ലസ് കൊടുക്കുക. i പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 2 plus 1 ദാറ്റ് മീൻസ് 3. അഗെയിൻ നമ്മൾ 3 വെച്ചിട്ട് ആ ഒരു ഫംഗ്ഷൻ നോക്കുക. 3 n എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 4 ആണെന്ന് പറയാം. 4 plus 3 ദാറ്റ് മീൻസ് 7. അപ്പൊ നമ്മുടെ i അഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 4 ആണ് വരിക. i പ്ലസ് പ്ലസ് അവിടെ കണ്ടീഷൻ വരും. ഈ ഒരു കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, 3 plus 1 4 വരും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാണ് 5 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ അവിടെ വെച്ച് ഈ കണ്ടീഷൻ റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ
എന്നിന്റെ വാല്യൂ, അതായത് നമ്മുടെ എഫ് ഓഫ് എന്നിന്റെ വാല്യൂ എന്താണ് ഇടാ വരുന്നത്? 7 ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എന്താണ്? അതായത് നമുക്ക് ഇവിടെ 7 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഐട്രേഷൻ സ്റ്റെപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ അടുത്ത് ഇവിടെ തെറ്റിപ്പോയിണ്ടായിരുന്നു. അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തെറ്റ് പറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇവിടെ എനിക്കൊരു റോങ് ആയിട്ട് ആയിപ്പോയി ഞാൻ ചെയ്ത് 1 is equal to 2. അഗൈൻ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ 1 പ്ലസ്, അതായത് എന്റെ വാല്യൂ ഞാൻ 1 എന്നിട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ ആൻസർ പോകുന്നു നോക്കിയാൽ നിങ്ങൾ. അഗൈൻ 3, 1 plus 3 is equal to 4. അഗൈൻ ഞാൻ പോകുന്ന സമയത്ത് ഇനിയും പോകും എനിക്ക്. 1 plus 4 is equal to 5. ഇവിടെ എനിക്ക് 5 വരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആൻസർ ഇവിടെ എനിക്ക് 5 ആ വരുന്നത്. അതുകൂടെ ഓപ്ഷനിൽ കിടക്കുന്നില്ല. അതായത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ തിങ്കിങ്ങിൽ ഈ ഒരു കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആൻസർ വരെ റോങ് ആയി പോകാനുള്ള ചാൻസ്. ഇപ്പോൾ എനിക്ക് 5 കിട്ടാനുള്ള പോസിബിലിറ്റി വന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇവിടെ എനിക്ക് 5 കിട്ടാനുള്ള ഒരു കേസും എന്റെ ഒരു അശ്രദ്ധ മൂലം ഇപ്പൊ ഞാനിവിടെ n 1 ആക്കി കൺസിഡർ ചെയ്തു കംപ്ലീറ്റ്ലി. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, അക്കോർഡ് തെറ്റിപ്പോ. നമ്മള് ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് കറക്റ്റ്ലി നമ്മൾ നോക്കുക ലൂപ്പിന്റെ കണ്ടീഷൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം ഇതാണ് എന്റെ ആൻസർ എന്താണ്? 7 ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. ഓക്കെ, ഇത് അറൌണ്ട് ഒരു 1 അല്ല 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അഗൈൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Abstract data type, അതായത് ADT is same as abstract class, a data type that cannot be instantiated, a data type for y which only the operation defined on it can be used but none else, all of the above. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്താ, അതിന്റെ ഡാറ്റാസ് ഒക്കെ എന്തായിരിക്കും, ഹൈഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവിടെ എന്ത് നമ്മൾ ഹൈഡ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നമ്മുടെ ഓപ്പറേഷൻസ് ആണ് മെയിൻലി അവിടെ നടക്കുന്നത്. നമ്മുടെ പുഷ് പോപ്പ് പോലുള്ള ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരു കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടെലിഫോൺ യൂസ് ചെയ്ത് കോൾ ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പൊ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കോളിംഗ് സിമ്പിളും കാര്യങ്ങളും ഒക്കെ അറിയാം. അതിനുള്ളിൽ വരയ്ക്കുന്ന കോഡ് എന്താന്ന് നമുക്ക് അറിയില്ല. അതെന്താണ്, ഹൈഡ് ആണ്. അത് ആ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ് ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെന്താ, ദ ഡാറ്റ ടൈപ്പ് ഫോർ വിച്ച് ഓൺലി ദ ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബട്ട് നൺ എൽസ്. ഇതാണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് സ്ട്രീം അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താണ്, ADTന്റെ ഒരു കൺസെപ്റ്റേ അല്ല. ഓക്കെ, ക്ലിയർ? ഇത് നമ്മുടെ ADTയുടെ ഒരു കൺസെപ്റ്റ് അല്ല. ഇപ്പൊ നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് വിചാരിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ അങ്ങോട്ട് പോകും. ഇവിടെ എന്താണ്, ഇവിടെ ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് മെയിൻലി വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇതുമായിട്ടൊരു കണക്ഷനും ഇല്ല. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിരിക്കും, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്കറിയാം നമുക്ക് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതായിരിക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓൾ ഓഫ് ദ എബോവ് ക്ലിക്ക് ചെയ്യും. പക്ഷെ അങ്ങനല്ല, അതും ഇതിന്റെ റോങ് ആൻസർ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്തുണ്ടടാ, ഇതിനും ഒരു 1 മാർക്കാണ്. ഇത് മൾട്ടിപ്പിൾ സെലക്ട് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഒരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. കൺസിഡർ ദ ഫോളോയിങ് റൂട്ടഡ് ട്രീ വിത്ത് ദ വേർട്ടെക്സ് ലേബൽഡ് P ആസ് ദ റൂട്ട്. അപ്പൊ നമുക്കറിയാം നമുക്ക് ഇവിടെ ഒരു റൂട്ടഡ് ട്രീ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് P ആണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രീ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രീ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ദ ഓർഡർ ഇൻ വിച്ച് ദ നോഡ് ആർ വിസിറ്റഡ് ഡ്യൂറിങ് ആൻ ഇൻഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദ ട്രീ ഈസ്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രീ വെച്ചിട്ട് ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആൻസർ എങ്ങനെയാ വരിക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻ എങ്ങോട്ടേക്കാണ് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇൻഓർഡർ നമുക്ക് നോർമലി ഇൻഓർഡർ എങ്ങനെയാടാ വരിക, ഇൻഓർഡർ ട്രാവേഴ്സിൽ വരുന്ന സമയത്ത് അവിടെ എന്ത് വരും, ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് ഇൻഓർഡർ വരിക. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ വരും, നമ്മുടെ ഇൻഓർഡർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അവിടെ ലെഫ്റ്റ് നിന്നാണല്ലേ പോവുക. അപ്പൊ ലെഫ്റ്റ് നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യാം നമ്മുടെ ലെഫ്റ്റ് ഇതാണ് അല്ലെ. അപ്പം എസ് ആണ് നമ്മുടെ ഫസ്റ്റ് വരിക. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യും, ക്യൂ വരും. എഗെയിൻ നമുക്ക് പി വരും. നമ്മുടെ റൂട്ടിൽ എത്തിയേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമുക്ക് എന്തറിയാം,
എസ് ക്യു പി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതായത് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി. അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ ലെഫ്റ്റ്. നമ്മൾ ഫസ്റ്റ് വാല്യൂ എടുത്തു, എഗെയിൻ നമ്മുടെ സെക്കൻഡ് വാല്യൂ എടുത്തു, നമ്മൾ റൂട്ടിലേക്ക് എത്തി. ലെഫ്റ്റ് ടു റൂട്ട് വരെയുള്ള സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എഗെയിൻ നമ്മൾ റൈറ്റിലോട്ട് പോകും. അപ്പൊ റൈറ്റിൽ നമുക്ക് ആരാടാ ഉള്ളത്? റൈറ്റിൽ അപ്പം സോറി ഇവിടെ ഒരു റൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മിഡ് വരുന്നുണ്ട്. ഓക്കെ ക്ലിയർ. ഇതൊന്നുകൂടി നമ്മൾ നോക്കുക. അപ്പൊ നമുക്കറിയാം ഇൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൂട്ട് റൈറ്റ് ആണ് അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് പോർഷൻ നോക്കാം. നമ്മുടെ ഇവിടെ എസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് എടാ. ഓക്കെ ക്ലിയർ. അപ്പൊ നമ്മുടെ പി ആണ് നമ്മുടെ റൂട്ട്. റൂട്ടിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ വരും? ലെഫ്റ്റ് നിന്ന് റൂട്ടിലേക്കാണ്. അപ്പം എസ് ക്യു പി വരും. ഈ ഒരു കൺസിഡറേഷൻ നോക്കുക. ദെൻ നമ്മൾ അഗെയിൻ നമ്മൾ ലെഫ്റ്റിലോട്ട് പോവാം. ലെഫ്റ്റിൽ നിന്ന് നമുക്ക് എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? എഗെയിൻ ബ്രാഞ്ചിങ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ആറിനെ നമ്മൾ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുക. ആറിനെ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതെങ്ങനെ വരുടാ? ആറാണ് നമ്മുടെ റൂട്ട്. അപ്പൊ റൂട്ടിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യും? റൂട്ടിന്റെ ലെഫ്റ്റിലോട്ട് പോകും. അപ്പൊ ദെൻ അഗെയിൻ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ടി ആണ് അഗെയിൻ നമ്മൾ ഇൻ ഓർഡറിൽ ഫസ്റ്റ് വിളിക്കുക. ടി നമ്മൾ എങ്ങോട്ട് പോവടാ? ആറിലേക്ക് പോകും. അതായത് സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് നോക്കുക, നമ്മുടെ റൂട്ട് പി ആവുന്ന സമയത്ത് ലെഫ്റ്റ് ടു റൂട്ട് ആണ്. അപ്പൊ നമ്മൾ അത് ഇവിടെ മാർക്ക് ചെയ്തു. എഗെയിൻ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എഗെയിൻ അവിടുന്ന് 6 റൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബ്രാഞ്ചിങ് വരുന്നുണ്ട്. സോ 6ന്റെ ലെഫ്റ്റ് ടു റൂട്ടിലേക്ക് പോവാം. അപ്പം ടി 6 വരും. എഗെയിൻ നമ്മൾ നോക്കുക. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടടാ? ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 6 റൂട്ട് ആവുന്ന സമയത്ത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് യുവിനെ കൺസിഡർ ചെയ്താൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. യു ആണ് അവിടെ എന്ത് ഇത് വരുന്ന സമയത്ത് അതെങ്ങനെ വരും? ഡബ്ല്യു യു. ഇനി എഗെയിൻ നമ്മൾ റൂട്ടിലേക്ക് എത്തി. അവിടുന്ന് എഗെയിൻ നമുക്ക് എന്തുണ്ടടാ? അതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വി ആണ്. ഓക്കെ ക്ലിയർ അല്ലേ? അതായത് ലെഫ്റ്റ് റൂട്ട് റൈറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്തു നമ്മുടെ പി ആണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് എന്ന് നമ്മൾ നോക്കുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഉള്ളത് എസ് ആണ്. എസ് നിന്ന് നമ്മൾ അഗെയിൻ ക്യൂയിലേക്ക് പോയി, ക്യൂ നമ്മൾ പിയിലേക്ക് പോയി. ഇനി അഗെയിൻ നമ്മുടെ ആറാണ് നമ്മുടെ റൂട്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആറിന് നമ്മൾ ഫസ്റ്റ് ടിയിലേക്ക്. ഇപ്പൊ ടി ആണ് നമ്മുടെ ഫസ്റ്റ് വരിക. അതായത് റൂട്ടാണ്. 6 നമ്മൾ റൂട്ടാക്കി കൺസിഡർ ചെയ്യുന്ന നമുക്ക് ടി വരും. അഗെയിൻ നമുക്ക് 6 വരും. 6 വന്നു കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ നോക്കുക. നമ്മുടെ അഗെയിൻ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് കണക്ഷൻ കൊടുക്കുക. ദെൻ നമുക്ക് എന്താണ്? ലെഫ്റ്റ് ആണ് അപ്പോഴും മുന്നിൽ വരുന്നത്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് പോയി. അപ്പം ഇതാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് എത്രാമത്തെ ഓപ്ഷൻ ആടാ എനിക്ക്? എസ് ക്യു പി ടി ആർ ഡബ്ല്യു യു വി. ദാറ്റ് മീൻസ് എന്റെ ആൻസർ എന്താടാ? ഇതാണ് എന്റെ ആൻസർ. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രാവേഴ്സിൽ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. നമ്മൾ ഇവിടുത്തെ റൂട്ടിലെത്തി. അഗൈൻ നമ്മൾ റൈറ്റ് 6 എഴുതി. 6 എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ വരും ഓപ്ഷൻ? നമുക്ക് തെറ്റി പോവാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം. എസ് ക്യു പി വന്നു. അഗൈൻ നമ്മൾ റൈറ്റ് എടുത്തു. റൈറ്റ് എടുത്ത് പിന്നെ അഗൈൻ നമ്മൾ ടി, പിന്നെ നമ്മൾ ഡബ്ല്യു യു വി. ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ടി ആർ ഓപ്ഷൻസ് അങ്ങനെയും വരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആൻസർ എന്ത് ചെയ്യാം? മറ്റു രീതിയിലേക്ക് നമ്മൾ ഈ എടുക്കുന്ന പാറ്റേൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ അല്ലെങ്കിൽ വേറൊരു ആൻസറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആർക്ക് ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൂട്ട് റൈറ്റ്. ഓക്കെ. ഇത് അറൌണ്ട് ഒരു 1 മാർക്സ് 1 or 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ക്ലിയർ. ഇനി അടുത്തത് എന്താണെടാ? അടുത്തത് while inserting the element. നമ്മുടെ എലമെന്റ്സ് ഏതൊക്കെ വരുന്നത്? 71, 65, 84, 69, 67, 83 in an empty binary tree. In the sequence show the element is the lowest level is. അപ്പൊ അതിന്റെ ഈ ഒരു ട്രീ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ലോവസ്റ്റ് ലെവലിൽ ഏത് എലമെന്റ് ആണുള്ളത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ട്രീ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സെക്ഷൻ വെച്ചിട്ടാണ്. അത് ബിൽഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ലോവസ്റ്റ് ലെവലിൽ ഏതാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൽ ലോവസ്റ്റ് ലെവലിൽ നമുക്ക് ഒരൊറ്റ ആൻസറേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അത് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. 65, 67, 69, 83 ഇങ്ങനെ നമുക്ക് ആൻസറും തന്നിട്ടുണ്ട്.
അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബൈനറി ഫസ്റ്റ് ട്രീ ബിൽഡ് ചെയ്യാം നമുക്ക് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ബൈനറി ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എലമെന്റ്സ് എടുത്ത് എഴുതാം. ഫസ്റ്റ് നമുക്ക് എലമെന്റ്സ് എടുത്ത് എഴുതാം അല്ലെ. അപ്പൊ നമ്മുടെ എലമെന്റ്സ് ഏതൊക്കെയാടാ വരുന്നത്, 71, 65, again 84, 69, 67, 83. ഇതാണ് നമ്മുടെ എലമെന്റ്സ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഫസ്റ്റ് ട്രീ ഉണ്ടാക്കണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ട്രീ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വരിക, നമുക്ക് അറിയാം നമ്മുടെ ബൈനറി ട്രീയിൽ നമ്മുടെ ഫസ്റ്റ് റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത് 71 ആണ്. 71 ആണ് നമ്മുടെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി again നമ്മൾ നോക്കാം, 71നേക്കാളും ചെറിയ സംഖ്യയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ 65 കൊടുത്തു, എഗെയിൻ നമ്മൾ ഇവിടെ 84 എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം 69 ആണിത്. അപ്പൊ നമ്മുടെ ഈ 65നേക്കാളും വലുതാണ്. ദാറ്റ് മീൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്തു, 69 കൊടുത്തു. എഗെയിൻ നമുക്ക് 67 ആണ്. അപ്പം ഇവിടേക്ക് കൺസിഡർ ചെയ്യാം, 67 വരും ഈ ഒരു ഇതിലേക്ക്. അതായത് 69നേക്കാളും ചെറുതാകുമ്പോൾ അതിന്റെ ലെഫ്റ്റിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് 84 ആണ് അല്ലേ. 84നേക്കാളും ചെറുതാണ് എന്ത്, 83 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തു. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് വരച്ചു തരാം, ഒരു വൃത്തിയില്ലാത്ത മാതിരില്ലേ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്തറിയാം, ഇത് 71 ആണെന്ന് അറിയാം അല്ലെ. എഗെയിൻ 71 നമ്മൾ 65 കൊടുത്തു, എഗെയിൻ നമ്മൾ 84ഉം ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എഗെയിൻ നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം, 69 ആണ്. ദാറ്റ് മീൻസ് അവിടെ എന്ത് വരും, 69 ഇതിനേക്കാളും വലുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഇവിടെ എഴുതും. ഇതാണ് നമ്മുടെ 69. എഗെയിൻ നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത്, 67 ആണ്. ദാറ്റ് മീൻസ് അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടായത്, അതിനേക്കാൾ ചെറുതായതുകൊണ്ട്. അപ്പൊ നമ്മുടെ 67 ഇവിടെ വന്നു. എഗെയിൻ നമ്മൾ നോക്കുക 83 ആണ് അല്ലെ. 83 മീൻസ് 84നേക്കാളും ചെറുതാണ്. അത് നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എന്താടാ ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ ബൈനറി ട്രീ വെച്ചിട്ട് നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ സീക്വൻസ് ഷോ ദ എലമെന്റ് ഇൻ ദ ലോവസ്റ്റ് ലെവൽ. ലോവസ്റ്റ് ലെവലിൽ നമുക്ക് ഇപ്പൊ ഏത് എലമെന്റ് ആടാ ഉള്ളത്, നമ്മുടെ ലോവസ്റ്റ് ലെവലിൽ കിടക്കുന്നത് ഇപ്പൊ 67 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാടാ വരുന്നത്, നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഇവിടെ നമുക്കൊരു തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അഗൈൻ നമ്മൾ നോക്കുക, നമ്മുടെ ലാസ്റ്റ് ഇപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ 67 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കാം, അപ്പൊ വേറെ രീതിയിൽ നമുക്ക് ചിന്തിച്ചൂടെ, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഈ ഒരു സെക്ഷൻ 83 വന്നൂടെ എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ 83 കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളോട് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഇല്ലേ. ഇനി അഗൈൻ നമ്മൾ ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റിയെന്ന് വിചാരിക്കും. അപ്പം 71 കൊടുത്തു, ഇഗെയിൻ നമ്മൾ 65 84 കൊടുത്തു. അഗെയിൻ നമ്മൾ ഇവിടെ കൊടുത്തപ്പോ എന്ത് ചെയ്തു, ഇങ്ങനെ കൊടുത്തു, 67 69 കൊടുത്തു. അഗെയിൻ ഇവിടേക്ക് 83 കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 83 ആക്കി കൺസിഡർ ചെയ്ത് 83 ആൻസർ തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ ബിൽഡിംഗ് തെറ്റിപ്പോയാൽ ഇവിടെ ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസ് എന്തുകൊണ്ടും കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് റൂട്ട് എലമെന്റ് തന്നു കഴിഞ്ഞാൽ റൂട്ടിന്റെ ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് റൂട്ടിനേക്കാളും ചെറുതെടുത്ത് എഴുതാം. ഇനി റൂട്ടിനേക്കാളും വലുത് ഇങ്ങോട്ട് എടുക്കുക. അഗെയിൻ അടുത്ത സ്റ്റെപ്പിൽ അതിന്റെ താഴത്തോട്ട് പോവുക, അതിന്റെ താഴത്തോട്ട് അതിന്റെ ലെഫ്റ്റിലേക്ക് എടുക്കുക, അവിടെ അതിന്റെ ലോവസ്റ്റ് കൊടുക്കുക. ഇനി അതിന്റെ ഹയസ്റ്റ് ആണ് തൊട്ടടുത്തെങ്കിൽ അതിന്റെ ഹയസ്റ്റ് ഇവിടെ എഴുതിയതിന് ശേഷം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെതും ലോ ആണെന്ന് വരുമ്പം അതിന്റെ താഴത്തോട്ടാണ് വരിക. ഓക്കെ, ക്ലിയർ. അവിടെ ട്രീ ബിൽഡിങ്ങിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പൊ അവിടെ എന്താണ് നിങ്ങൾക്ക് ആൻസറിങ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് തെറ്റ് വരാനുള്ള ചാൻസസ് കുറച്ചും കൂടി കൂടുതലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ബൈനറി ട്രീ ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൺസിഡർ ചെയ്യും. സംഭവം സിമ്പിൾ ആയിട്ടുള്ള മൈനർ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോവാം. അതുപോലെ ഇതെന്താണെടാ, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഇതിന് നെഗറ്റീവ് മാർക്സ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ആലോചിക്കുക. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, ലെറ്റ് ജി ബി എ ഡയറക്റ്റഡ് ഗ്രാഫ് ആൻഡ് ടി a depth first search spanning tree. G is the root at the vectors at a vertex B. Suppose T is also breadth first search. Tree is G, rooted at B. Which is the following statement is true for the every graph is G and tree T. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഞാനൊരു ഇത് വരച്ചു തരാം. നമ്മുടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക കേട്ടോ. ദർ ഈസ് നോ ബാക്ക് എഡ്ജസ് ഇൻ ജി വിത്ത് റെസ്പെക്ട് ടു ട്രീ ആൻഡ് ദർ ആർ നോ ക്രോസ് എഡ്ജ് ഇൻ ജി വിത്ത് റെസ്പെക്ട് ടു ദ ട്രീ. ദർ ആർ നോ ഫോർവേഡ് എഡ്ജ് ഇൻ ജി വിത്ത് റെസ്പെക്ട് ടു ട്രീ. ദ ഓൺലി എഡ്ജസ് ഇൻ ജി ആർ ദ എഡ്ജ് ഇൻ ടി. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ നമുക്കിങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. നമുക്കിവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ട്രൂ ആണ്. ഈസ് ആർ ട്രൂ ഫോർ ദ. അപ്പൊ നമ്മള് ഇവിടെ ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്റെ സൊല്യൂഷൻ നോക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ അത് സൊല്യൂഷൻ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു. അപ്പം എ കൊടുത്തു, എഗെയിൻ ബി കൊടുത്തു, ഞാൻ എഗെയിൻ ഡി കൺസിഡർ ചെയ്തു, എഗെയിൻ സി കൺസിഡർ ചെയ്തു, എഗെയിൻ ഇ കൺസിഡർ ചെയ്തു. ഇന്ന് എനിക്ക് പോയി എഗെയിൻ സിയിലേക്ക് മാപ്പിംഗ് വന്നു, സിന്ന് ഇങ്ങോട്ട് മാപ്പിംഗ് വന്നു, ഇന്ന് ഇങ്ങോട്ടേക്ക് മാപ്പിംഗ് വന്നു. ഇതാണ് എൻ്റെ ഇതെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ നിന്ന് ഞാൻ നോക്കുക. ഇപ്പൊ എനിക്കിവിടെ എന്താണെടാ പറയുന്നത്, ഇവിടെ എനിക്ക് ബ്രെഡ്ത്ത് ഫസ്റ്റും ഡെപ്ത് ഫസ്റ്റും ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഞാൻ എൻ്റെ വേറെ കറണ്ടി തരാം. അപ്പൊ എൻ്റെ ബി എഫ് എസ് എങ്ങനെയാ വരുന്നത് നോക്കാം. എ ബി ഡി സി. അപ്പൊ എനിക്കിവിടെ അറിയാം എ എന്ന് എനിക്ക് ബിയിലേക്ക് കണക്ഷൻ, ബി എന്ന് എനിക്ക് ഡിയിലേക്ക്, ഡി എന്ന് എനിക്ക് സിയിലേക്ക് വരുന്നുണ്ട് അല്ലെ. എഗെയിൻ എനിക്കറിയാം ഇ എന്ന് എനിക്ക് എങ്ങോട്ട് കണക്ഷൻ വരുന്നുണ്ട്, സിയിലേക്ക്. സിന്ന് എഗെയിൻ എനിക്ക് എന്ത് കണക്ഷൻ വരുന്നുണ്ട്. എഗെയിൻ എന്റെ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എങ്ങനെ വരും, എ ബി ഡി സി. എഗെയിൻ എനിക്ക് ഇവിടെ ഇയും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വരുമ്പോ ഞാൻ നോക്കുക, ഫസ്റ്റ് ഞാന് ഇന്ന് സിയിലേക്ക് കൊടുത്തു, സിന്ന് ഞാനത് എയിലേക്ക് കൊടുത്തു, എന്ന് ഞാൻ ബിയിലേക്ക്, ബിന്ന് ഞാൻ ഡിയിലേക്ക്, ഡിന്ന് എഗെയിൻ സിയിലേക്ക്. കിട്ടുന്നില്ലേ? അതായത് നമ്മള് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ന് നമ്മൾ ബിയിലേക്ക് പോയി, ബിന്ന് നമ്മൾ ഡിയിലേക്ക് പോയി, ഡിന്ന് നമ്മൾ സിയിലേക്ക്, സിന്ന് എഗെയിൻ നമ്മൾ എയിലേക്ക് പോയി അല്ലേ. ഇനി എഗെയിൻ നമ്മൾ ഈ ഒരു കണക്ഷൻ നോക്കുക, നമ്മൾ അപ്പത്തേക്ക് ഇവിടെ കണക്ഷൻ വരുന്നുണ്ട്. എഗെയിൻ നമ്മൾ ഇതേ മെത്തേഡ്. അപ്പൊ നമ്മൾ ഇവിടെ സി ഇന്ന് കണക്ഷൻ പോകുന്നുണ്ട്, എഗെയിൻ ഇന്ന് കണക്ഷൻ പോകുന്നുണ്ട്. അതായത് രണ്ട് സൈഡിൽ നിന്നും ഒരേ പാറ്റേണിലാണ് എന്ത് നമുക്ക് വരുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് എന്തൊക്കെ പോസിബിൾ ആണെടാ. ഇവിടെ നമുക്ക് നോക്കാം, നമുക്കിവിടെ ബാക്ക് എഡ്ജ് പോസിബിൾ ആണ്, ബാക്ക് എഡ്ജ് ഇസ് പോസിബിൾ. ദെൻ എന്താണ്, ക്രോസ് എഡ്ജ് ഈസ് പോസിബിൾ, ക്രോസ് എഡ്ജ് പോസിബിൾ ആണ്. എഗെയിൻ ഇപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് അവിടെ ബാക്ക് എഡ്ജും പോസിബിൾ ആണ്, ക്രോസ് എഡ്ജും പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് there are no back edge in G with respect to. അപ്പൊ അവിടെ തെറ്റല്ല, അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നമുക്ക് ബാക്ക് എഡ്ജ് അവിടെ പോസിബിൾ ആണ്. സോ ഈ ഒരു ആൻസർ എന്താണ്, നമുക്ക് തെറ്റാണ്. ഇനി നമുക്ക് നോക്കാം, there are no cross edge in G with respect to T. തെറ്റല്ലേ, അവിടെ എന്ത് ക്രോസ് എഡ്ജും എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ. അപ്പൊ ഈ ഒരു ആൻസറും എന്താണ്. എഗെയിൻ നമുക്ക് അടുത്തേക്ക് നോക്കാം, there are no forward edges in G with respect to. ഇതൊരു ക്ലിയർ ആണ് അല്ലെ. നമുക്ക് അവിടെ എന്താ ഫോർവേഡ് എഡ്ജ് നമുക്ക് അവിടെ വരുന്നില്ല. ദാറ്റ് മീൻസ് ഇത് നമ്മുടെ റൈറ്റ് ആണ്. അഗെയിൻ the only edge in G are the edges in T. അപ്പൊ ഇവിടെ എന്താണെടാ, നമ്മുടെ നോൺ ട്രീ എഡ്ജസ് മേ എക്സിസ്റ്റ് ആണ് അല്ലെ. നോൺ ട്രീ ഇവിടെ എന്താണ്, നോൺ ട്രീ എഡ്ജ് എന്താണ്, എക്സിസ്റ്റ് ആണ്, എക്സിസ്റ്റ് ആണ് അല്ലെ.
ദാറ്റ് മീൻസ് എന്ത് വരെടാ, ഇതൊരു ബാക്ക് എഡ്ജ് ആണ്. സോ ഈ ഒരു കണ്ടീഷൻ എന്താണെടാ അവിടെ റോങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, സി ആണ്. ഓക്കെ, ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ള മൈനർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഞാനിപ്പോ പറഞ്ഞു, നമുക്ക് ഇവിടെ എന്താണ്, ഇത് നമ്മുടെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇവിടെ ആൻസേഴ്സ് മിക്കവാറും ഒന്നുകിൽ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 3 റെഡി ആയിരിക്കും, 1 തെറ്റായിരിക്കും. ഇനി ഏകദേശം 2 ക്ലിയർ ആയിരിക്കും, 2 റോങ് ആയിരിക്കും. ചിലപ്പോൾ ഒന്നും ശരിയല്ലാത്തത് ഉണ്ടാവാം. അങ്ങനെയുള്ള കേസസും വരാം. ഓക്കെ, ക്ലിയർ? അപ്പം നിങ്ങൾ അതൊക്കെ ആലോചിച്ച് നിങ്ങളുടെ എക്സാമിലോട്ട് കടക്കുക. ദെൻ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാം വരുന്ന നമ്മൾ കുറച്ചും കൂടി ഒന്ന് ടെൻഷൻ ആവും, സ്ട്രെസ് ആവും. അപ്പൊ നമുക്ക് ലാസ്റ്റ് കുറഞ്ഞ ടൈമും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ലാസ്റ്റ് ഈ ഒരു മിനിറ്റ് പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചത് വെച്ചിട്ട് നിങ്ങളുടെ സ്പീഡും അതേപോലെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അത് ആക്യുറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് സെർച്ച് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് ഇനി വളരെ ഈ കുറഞ്ഞ ദിവസം മാത്രമേ നിങ്ങളുടെ എക്സാമിന് വരുന്നുള്ളൂ മുന്നോട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടാർഗറ്റ് ഗേറ്റ്, നിങ്ങൾക്ക് ആ ഗേറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതി ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെക്കുക. നിങ്ങൾ പഠിച്ച സെക്ഷൻ ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം വെക്കുക. ദെൻ ഒരു ടൈം കീപ്പ് അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യടാ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് തെറ്റ് വരുന്നുണ്ടോ, റോങ് വരുന്നുണ്ടോ, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്, അങ്ങനെ അത് റീവർക്ക് ചെയ്യാനുള്ള ഒരിതും. അതേപോലെ ഞാൻ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ ട്രീ ബിൽഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ നമുക്ക് ടൈം എന്ത് ചെയ്യും, ടൈം മാനേജ്മെന്റും ഈ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പ്രിപ്പറേഷൻ മോഡിൽ നിങ്ങൾക്ക് മോസ്റ്റ് ടെക്സ്റ്റ് പോലെ നിങ്ങൾ തന്നെ സെൽഫ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. സോ നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ വെയിറ്റേജ് മാർക്ക് നോക്കുക. ദെൻ നിങ്ങൾ വെയിറ്റേജ് മാർക്കിന് അനുസരിച്ച് നിങ്ങൾ പഠിച്ചത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് വരുന്നത് എന്ന് നിങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ സെൽഫ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ നിങ്ങളുടെ ഈ ഒരു ടാർഗറ്റ് 26 നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ, നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി അത് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ആസ്പിറൻസിന് നിങ്ങൾ ഇതൊന്ന് അയച്ചു കൊടുക്കുക. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം ഇന്നത്തെ സെക്ഷൻ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. ബൈ, താങ്ക് യു.